ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് പുളാടിക്കുന്ന് കോഴിക്കോട് ബൈപ്പാസിൽ അത്യോളി കോഴിക്കോട് റോഡ് പോകുന്ന അവിടെ വലിയൊരു ഫ്ലൈ ഓവറാട്ടോ വരുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവറിന് കണക്കായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇനി ഇവിടെ വരാനുണ്ട് കേട്ടോ. സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോയത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ പുറക്കാട്ടീരി പാലം, ഈ പുറക്കാട്ടീരി പാലത്തിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. 1-2 സ്പാനുകൾക്കിടയിലെ കോൺക്രീറ്റ് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്പാനുകൾക്കിടയിൽ ഗട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇനി ബാക്കിയുണ്ട്. പുറക്കാട്ടീരി ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള റോഡിൻ്റെ 6 വരി പാതയുടെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും ക്രാഷ് ബാരിയറുകൾ, അതേമാതിരി സെൻറ്ററിൽ ഡിവൈഡർ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകൾ, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വാഹനങ്ങൾ പോകുന്നത് ഇപ്പം പുതിയ ഈ 6 വരി പാതയിൽ കൂടിയാണ്. ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് റോഡ് താഴ്ന്നിട്ടാണ് പോയത്. അവിടെ ഒരു അപ്പുറത്തൊരു ചെറിയൊരു കുന്ന് പോലെയുള്ള ഇതൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആണ് പോകുന്നത് കേട്ടോ. ആ റൈറ്റ് സൈഡിൽ ഒരു ആയുർവേദ ഹോമിയോപ്പതി അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. എ സി ഷൺമുഖദാസിൻ്റെ പേരിലുള്ള മുൻ മന്ത്രി. ഇവിടെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല. ഇതാ ഗട്ടറുകൾ ബ്രിഡ്ജിനുള്ള കോരപ്പുഴ അങ്ങോട്ടുള്ള ബ്രിഡ്ജ് ആയിരിക്കും. അത് മാറ്റുന്നുണ്ട്. റോഡ് കുറച്ചും കൂടി ഉയർന്നിട്ടാട്ടെ ഈ ഭാഗത്ത് പോയി. ഈ ലെവലിലാണ് റോഡ് പോവുക. ഇവിടെ ഒന്നും വലിയൊരു മാറ്റങ്ങൾ നടന്നിട്ടില്ല. റോഡ് വീതി കൂട്ടി എന്നല്ലാതെ ഇനിയൊരു വർക്കുകൾ ഒരുപാട് പെൻഡിങ് ഇവിടെ നടക്കാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ RE പാനൽ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയൊക്കെ ആദ്യം കുറച്ച് മണ്ണിട്ട് ഉയർത്തി പോകുന്ന സ്ഥലമാട്ടോ. നിലവിലുള്ള ഹൈവേ കുറച്ച് നല്ല ഹൈറ്റിലാണ് കടന്നു പോയത്. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാട്ടോ. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. റോഡുകൾ ഒരു ഭാഗത്തും വിടാതെയാണ് നമ്മൾ പോകുന്നത്. കോരപ്പുഴ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പില്ലറുകൾ ഉയർന്ന് കാണുന്നുണ്ട്. പിയറിന് ക്യാപ്പൊക്കെ കാണുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതിൻ്റെ മുകളിലൊക്കെ ഇനി ഗട്ടറുകളൊക്കെ സ്ഥാപിച്ച്
കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രവൃത്തികൾ ബാക്കിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കോരപ്പുഴയിൽ. ഇത് കുറച്ച് വലിയ ബ്രിഡ്ജാണ്. നിലവിലുള്ള ഈ ബ്രിഡ്ജ് ഊരാലിങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മിച്ചത് കേട്ടോ. അത് പൂളാടിക്കുന്ന് മുതൽ വെങ്ങളം വരെയുള്ള ബൈപ്പാസിൻ്റെ പ്രവൃത്തി അന്ന് ഏറ്റെടുത്ത് നടത്തിയത് ഊരാലിങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 2015-16 സമയത്താണ്. ഇവിടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 6 വരി പാതയുടെ വർക്കുകൾ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. കാഷ് ബാരിയറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കാണുന്നുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്ന് കാണുന്നുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് വെങ്ങളം മുതൽ ഇടിമുഴിക്കൽ വരെ, രാമനാട്ടുകര ഇടിമുഴിക്കൽ വരെ 29 കിലോമീറ്റർ കേട്ടോ അതിൻ്റെ ദൈർഘ്യം. കോഴിക്കോട് ടൗണ്, രാമനാട്ടുകര, അതേമാതിരി മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒഴിവായി ബൈപ്പാസ് കൊടുത്തതാണ്. 1950 ഈ ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുത്ത് 45 മീറ്റർ സ്ഥലം ഏറ്റെടുത്തതാണ്. ഇവിടെയാണ് വെങ്ങളം ജംഗ്ഷൻ. നിലവിലുള്ള കണ്ണൂർ കോഴിക്കോട് റോഡാണ്. ഇവിടെ വലിയൊരു ഫ്ലൈ ഓവറാണ് വന്നത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവർ. വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പുതിയൊരു റീച്ചാണ് വാഗാട് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള റീച്ച് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അതേമാതിരി കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഹൈദരാബാദ് ബേസായ KMC എന്ന കമ്പനിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് ഇനി പാനൽ വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള കേട്ടോ. രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേമാതിരി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.